ശ്രീ ദേവദാസ്, വിധി വന്നിരിക്കുന്നു. പൂർണ്ണമായും ലോധ കമ്മീഷന്റെ റിപ്പോർട്ടുകളെയും നിർദ്ദേശങ്ങളെയും ഒക്കെ തന്നെ അംഗീകരിച്ചിരിക്കുന്നു. ക്രിക്കറ്റിന്റെ ശുദ്ധീകരണത്തിന് എത്രത്തോളം വഴിവെക്കുന്ന വിധിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ശ്രീ ദേവദാസ്? ഞങ്ങൾ പറയില്ലേ, ഈ ഫസ്റ്റ് സ്റ്റെപ്പ് ഏറ്റവും നല്ല, ആരെങ്കിലും ഒരു സ്റ്റെപ്പ് എടുക്കേണ്ടത് അതിന്റെ ഒരു സ്റ്റെപ്പേ ആയിട്ടുള്ളൂ. അല്ലെങ്കിൽ ഈ പൂർണ്ണമായിട്ടും ചാണകം വെള്ളം തെളിച്ചിട്ട് ശുദ്ധീകരണം നടന്നിട്ടില്ല. പക്ഷേ ഒരു സുപ്രീം കോടതി ഒരു ലാൻഡ്മാർക്ക് വേർഡിക്റ്റ് ആണ് ക്രിക്കറ്റിനെ സംബന്ധിച്ച്. എന്താ പറയുക, ക്രിക്കറ്റിൽ ഇതുവരെ നടന്നത് കാട്ടുകൊള്ള. അതുകൊണ്ടാണ് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിന് അംഗത്വം പോലും കൊടുക്കാൻ ഇവർ കുറച്ചൊരു കോസി ക്ലബ്സ് തമാമില് നമ്മൾ ഈ ലയൺസ് ക്ലബ് എല്ലാം പറയുന്ന പോലെ ഇല്ലേ, അല്ല ക്ലബ്സ് പറയുന്നില്ലേ, വൈകുന്നേരം ക്ലബ്ബ് പോയിട്ട് കുറച്ച് കള്ളും കുടിച്ചിട്ട് ഭക്ഷണവും കഴിച്ചിട്ട് കട്ടിട്ട് അങ്ങ് പോവാ. അങ്ങനെയുള്ള ഒരു കോസി ക്ലബ്സ് ആയിരുന്നു ഇതുവരെ. ഈ ഇന്ത്യൻ പബ്ലിക്കിന്റെ ക്രോസ് ഓഫ് മണി, എന്താ പറയുക, നമ്മളെല്ലാം ഇപ്പൊ ഒരു പാഷനിലാണ്. എത്ര ലക്ഷ ജനങ്ങളാണ് ഒരു റിലിജനെ പോലെ കരുതുന്നതാണ് ഇവിടെ ക്രിക്കറ്റ്. ആ ക്രിക്കറ്റിനെയാണ് ഇവർ ആ പാഷനെ പോലും ലൂട്ട് ചെയ്യുന്നത്. അതാണ് ഫിക്സിങ് അല്ലെ ബെറ്റിംഗ്. എന്നിട്ട് അവരെ വഞ്ചിച്ചിട്ട് അവരോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടിക്കൽ കളി എന്ന് ചോദിക്കുന്ന ചോദ്യമായിരുന്നു 2013 IPL 6 ഫിക്സിംഗിൽ നടന്നത്. അതിനാണ് സുപ്രീം കോടതിയുടെ ഈ വേർഡിക്റ്റ്, ഈ ലാൻഡ്മാർക്ക് വേർഡിക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഏറ്റവും വലിയ വേർഡിക്റ്റ് ആയിരുന്നു. എന്താ പറയാ, ഇത് ഒരു അടിയാണ്, സ്ലാപ്പ് ഇൻ ദ ഫേസ് എന്ന് പറയും ഞങ്ങൾ. സ്ലാപ്പ് ഇൻ ദ ഫേസ്, മുഖത്തേറ്റ അടിയാണ് ഇവർക്ക് എന്ന് പറഞ്ഞാൽ എല്ലാം ശ്രീ ദേവദാസ്, നടപ്പാക്കേണ്ടത് സുപ്രീം കോടതി ഇത് അംഗീകരിച്ചിരിക്കുന്നതിന് നടപ്പാക്കേണ്ട ചുമതല BCCIക്കാണ്. അതിന്റെ പ്രായോഗിക തലത്തിലേക്ക് വന്നാൽ താങ്കൾക്ക് എന്തെങ്കിലും ആശങ്ക കാണുന്നുണ്ടോ താങ്കൾ? ഇതില് വളരെ ആശങ്കയുണ്ട്. എന്താ പറയാ, ഞാൻ ഒന്ന് പറയാം. IPL ക്ലോസ് പ്രകാരം ഇവർ എഴുതിയ BCCIന്റെ റൂളിൽ പ്രകാരം IPL ക്ലോസ് 11.3C says whether the owner or team management indulges in fixing, that team must be terminated with immediate effect എന്നാണ് റൂൾ 11.3C പറയുന്നത്. പക്ഷേ സുപ്രീം കോടതി ഈ ലോധ കമ്മിറ്റിനെ എനിക്ക് ക്രിട്ടിസൈസ് ചെയ്യണം. എന്താ പറയാ, ലോധ കമ്മിറ്റി സസ്പെൻഡഡ് ഓൺലി ദം ഫോർ 2 years. അടുത്ത കൊല്ലവും കഴിഞ്ഞാൽ ഇവർക്ക് തിരിച്ചു വരാം, CSKക്കും RR പ്ലേയേഴ്സിനും രാജസ്ഥാൻ. അതേസമയം ധോണിയും മറ്റു പ്ലേയേഴ്സ് എല്ലാം അവിടെ കളിക്കുകയും ചെയ്യുന്നുണ്ട് വേറെ ഫ്രാഞ്ചൈസിന്. അപ്പൊ ആരാണ് പുറത്തുപോയത്? ആകെ ഒരു മെയ്യപ്പൻ, ഒരു രാജ് കുന്ദ്രയാണ് പുറത്തുപോയത്, ഓണർ. അവര് ക്രിക്കറ്റ് ആയിട്ട് ഒരു ബന്ധവുമില്ല. അതേസമയം ശ്രീനിവാസൻ എല്ലാം തമിഴ്നാട് ക്രിക്കറ്റ് അസോസിയേഷൻ ചീഫായിട്ട് 15 year in a row കഴിഞ്ഞ മാസം സെലക്ട് ചെയ്തിരിക്കുന്നു. അപ്പൊ ഈ രാജീവ് ശുക്ല, then IPL 6 chairman, he is still the chairman of IPL. അവര് പറയുന്നു മിനി IPL UAE നടത്തുന്നത് ബെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എന്താണ് മാറിയത്? ഒന്നുമില്ല. They are treating this cancer instead of eradicating from its roots. They are putting up band-aid plaster above the cancer wounds. അതാണ് സംഭവം. ഈ കാട്ടുകള്ളന്മാർക്ക് ഉളുപ്പില്ലാത്തയാണ്. അവരൊന്നും ചെയ്യൊന്നുമില്ല. അവർ എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഈ മേമ്പൊടിക്ക് പ്ലാസ്റ്റർ ആയിട്ട് കുറെ ഇപ്പൊ ഓംബുഡ്സ്മാനായി ഷാഹിനെല്ലാം നിയോഗിച്ചു. കുറച്ച് കംപ്ലൈന്റ് സെൽസ് നമ്മൾ പേപ്പറിൽ കാണൂല്ലേ, കുറച്ച് പേപ്പറിൽ കുറച്ച് ചെയ്ത് വെച്ചെന്ന് വരുത്തിയിട്ട് കക്കാൻ തന്നെയാണ് നീക്കം. അതുകൊണ്ടാണ് കഴിഞ്ഞ മാസം ഇത്രയും സുപ്രീം കോടതി വേർഡിക്റ്റ് ഉണ്ടായിട്ട് കഴിഞ്ഞ മാസമല്ലേ ഗോവ പ്രസിഡന്റിനെയും ഞാൻ താങ്കളിലേക്ക് മടങ്ങിയെത്താം. സുധീഷിലേക്ക് കൂടി വരുന്നതിന് മുൻപ് വിധിയുടെ കൂടുതൽ വിശദാംശങ്ങൾ കൂടി ലഭിച്ചിരിക്കുന്നു. മനുശങ്കരൻ, എന്താണ് വിധിയുടെ കൂടുതൽ കാര്യങ്ങൾ, എന്തൊക്കെയാണ് അതിൽ പറയുന്നത്? പ്രജീഷ്, ലോധ കമ്മിറ്റി റിപ്പോർട്ടിൽ മുന്നോട്ട് വയ്ക്കുന്ന സുപ്രധാനമായ നിർദ്ദേശങ്ങളെല്ലാം അതേപടി നടപ്പാക്കണമെന്ന നിർദ്ദേശമാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് നിലവിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിൽ 6 മാസ സമയമാണ് BCCIക്ക് ഇപ്പോൾ സുപ്രീം കോടതി നൽകിയിരിക്കുന്നത്. ഈ 6 മാസ സമയത്തിനകം ഈ നിർദ്ദേശങ്ങൾ പൂർണ്ണമായി നടപ്പാക്കി ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടും സുപ്രീം കോടതിയിൽ നൽകാനാണ് ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് TS ഠാക്കൂറിന്റെ ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും സുപ്രധാനമായ കാര്യം, നിലവിൽ 70 വയസ്സിന് മുകളിലുള്ള ആരെയും ഭരണസമിതി തലങ്ങളിൽ ഉൾപ്പെടുത്തരുത് എന്ന റിപ്പോർട്ട് ാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതിനോടൊപ്പം BCCI പ്രസിഡന്റ് സ്ഥാനത്ത് 2 ടേമിൽ കൂടുതലോ BCCI പ്രസിഡന്റ് ഒഴികെയുള്ള മറ്റു പ്രതിനിധി സ്ഥാനങ്ങളിൽ 3 ടേമിൽ കൂടുതലോ ആരും ഉണ്ടാകരുത്. പ്രത്യേകിച്ച് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം, BCCI തലപ്പത്ത് രാഷ്ട്രീയ നിയമനങ്ങൾ ഉണ്ടാകരുത് എന്ന സുപ്രധാനമായ നിർദ്ദേശവും സുപ്രീം കോടതി മുന്നോട്ട് വച്ചു. BCCI നിലവിൽ സുപ്രീം കോടതി മുമ്പാകെയൊക്കെ വാദിച്ചിരുന്നത് തങ്ങൾ ഒരു സ്വയം ഭരണ അവകാശ സംഘടനയാണ്. അതിനാൽ ഇക്കാര്യത്തിൽ സുപ്രീം കോടതിക്കോ ലോധ കമ്മിറ്റി നിർദ്ദേശങ്ങളും
നടപ്പാക്കുന്നതിൽ പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നായിരുന്നു BCCI ചൂണ്ടിക്കാട്ടിയത്. എന്നാൽ വലിയ രീതിയിലുള്ള വിമർശനമാണ് സുപ്രീം കോടതി BCCIയുടെ ഈ നിർദ്ദേശത്തോട് ഉണ്ടാക്കിയത്. നിലവിൽ സുപ്രീം കോടതി തന്നെ വ്യക്തമാക്കിയത് നിർജീവമായ ചീഞ്ഞ് നാറുന്ന എന്ന പ്രത്യേകം എടുത്തു പറയേണ്ട പദം ഉപയോഗിച്ചുകൊണ്ടായിരുന്നു സുപ്രീം കോടതി BCCI സ്വയംഭരണ സംഘടന എന്ന വാദത്തെ വിമർശിച്ചത്. എന്തായാലും നിലവിൽ ലോധ കമ്മിറ്റി റിപ്പോർട്ടിലെ സുപ്രധാനമായ നിർദ്ദേശങ്ങൾ പരിപൂർണമായി അംഗീകരിച്ചിരിക്കുന്നു. ഒപ്പം IPL പ്രത്യേക ഗവേണിംഗ് കൗൺസിൽ പുനഃസ്ഥാപിക്കണമെന്ന നിർദ്ദേശവും സുപ്രീം കോടതി അംഗീകരിച്ചിരിക്കുന്നു. അതോടൊപ്പം IPL പ്രത്യേക ഭരണസമിതി രൂപവൽക്കരിക്കാനും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ഈ ഭരണസമിതിയിലാകട്ടെ BCCI പ്രസിഡന്റ്, സെക്രട്ടറി എന്നിവരുൾപ്പെട്ട 5 അംഗ BCCI പ്രതിനിധികൾ ഉൾപ്പെടെ 9 അംഗ പ്രത്യേക സമിതിയെ രൂപവൽക്കരിക്കാനാണ് ഇപ്പോൾ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. അതോടൊപ്പം സംസ്ഥാനങ്ങൾക്കെല്ലാം ഓരോ അസോസിയേഷനുകൾ, ഈ അസോസിയേഷനുകൾക്ക് BCCI തെരഞ്ഞെടുപ്പിലടക്കം പ്രാതിനിധ്യം ഉണ്ടാകണം എന്നൊരു നിർദ്ദേശവും മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഈ അസോസിയേഷനിൽ ഒരു CEO ഒപ്പം മാനേജർമാർ ഉൾപ്പെടെയുള്ള ഒപ്പം ഓംബുഡ്സ്മാൻ ഉൾപ്പെടെയുള്ളവരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള അസോസിയേഷനുകളാകണം രൂപവൽക്കരിക്കേണ്ടതെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ഇത്തരത്തിൽ ലോധ കമ്മിറ്റി മുന്നോട്ട് വച്ച സുപ്രധാനമായ എല്ലാ നിർദ്ദേശങ്ങളും സുപ്രീം കോടതി 6 മാസത്തിനകം BCCIയോട് നടപ്പാക്കണമെന്നാണ് ഇപ്പോൾ വിധിച്ചിരിക്കുന്നത്. പ്രജീഷ്. യെസ്, മനുവിലേക്ക് എത്താം. സുധേഷ്, ഇന്നിപ്പോൾ പല നിർദ്ദേശങ്ങളും അടങ്ങിയ ലോധ കമ്മീഷൻ റിപ്പോർട്ട് സുപ്രീം കോടതി അംഗീകരിച്ചിരിക്കുന്നു. ഇതിന് നടപ്പാക്കാൻ 6 മാസവും നൽകിയിരിക്കുന്നു. വിധിയെ എങ്ങനെയാണ് കാണേണ്ടി വരിക? ഇന്നത്തെ വിധി ക്രിക്കറ്റിൻ്റെ ശുദ്ധീകരണത്തിന് വഴിയൊരുക്കുന്നതാണ്. ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ചുണ്ടായ ഏറ്റവും നല്ല കാര്യം എന്ന് തന്നെ ഇതേക്കുറിച്ച് പറയേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മൾ ഇത്ര നാൾ ഇന്ത്യൻ ക്രിക്കറ്റിലെ അഴിമതിയെക്കുറിച്ചും പല രീതിയിലുള്ള പരാതികൾ വരുന്നു, കോടതിയിൽ പരാതികൾ വരുന്നു, അല്ലാതെ അന്വേഷണങ്ങൾ വരുന്നു. എന്നാൽ ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം ഇടപെട്ട് ഇങ്ങനെ പോയാൽ പറ്റില്ല, ഈ റിപ്പോർട്ട് പ്രകാരം കാര്യങ്ങൾ മാറ്റേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ ക്രിക്കറ്റിലെ ദുഷിച്ച പ്രവണതകൾ ഇല്ലാതാക്കാൻ വേണ്ടി ഈ റിപ്പോർട്ട് നടപ്പാക്കണമെന്ന് സുപ്രീം കോടതി തന്നെ ഉത്തരവിട്ടിരിക്കുന്നു. നമ്മളെ സംബന്ധിച്ച് ഇന്ത്യയിലെ സാഹചര്യങ്ങളും അല്ലെങ്കിൽ നമ്മുടെ നിയമങ്ങളും വെച്ച് ഇന്ന് ചെയ്യാവുന്ന കാര്യം, അതിൻ്റെ ഏറ്റവും പരമമായ കാര്യം സംഭവിച്ചിരിക്കുന്നു. ക്രിക്കറ്റിലെ എന്താണ് ക്രിക്കറ്റിന് ഈ ദുഷിച്ച പ്രവണതയുള്ള ഇന്നത്തെ BCCI ഇന്ത്യൻ ക്രിക്കറ്റിലെ ഭരണകർത്താക്കൾക്ക് ഏറ്റവും വലിയ ശിക്ഷ തന്നെ ലഭിച്ചിരിക്കുന്നു എന്ന് പറയാം. രണ്ടാമത്, ഇത് എങ്ങനെ നടപ്പാക്കും അല്ലെങ്കിൽ ഇത് നടപ്പാക്കുന്നതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. എങ്കിൽ പോലും പറയുന്നു, ഇത് വളരെ സുപ്രധാനമായ തീരുമാനമാണ്. ഇത്രയെങ്കിലും ഉണ്ടായല്ലോ എന്ന് നമുക്ക് ആശ്വസിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീതിപീഠം ഈ നീതിക്കൊപ്പം തന്നെ നിന്നു എന്ന് വിശ്വസിക്കാൻ ഇന്ത്യയിലെ ക്രിക്കറ്റ് പ്രേമികൾക്കും ഒപ്പം തന്നെ ഈ അവിടെ ഈ ഉയർത്തിയ സ്വയംഭരണാവകാശത്തിൻ്റെ, അതായത് ഓട്ടോണോമസ് ബോഡി, ഇതൊന്നും ഈ കാഴ്ചപ്പാടുകളൊക്കെയും ഒരുപക്ഷെ അഴിമതിക്ക് വളക്കൂറുള്ള ഒരിടമായി BCCI കണ്ട അല്ലെങ്കിൽ മുന്നോട്ട് പോക്കിനുള്ള ഉപാധികൾ മാത്രമായി പറഞ്ഞു വെച്ച കാര്യങ്ങളാണെന്ന് കോടതിക്ക് പോലും ഒരു പക്ഷേ ബോധ്യപ്പെട്ട സാഹചര്യം. എന്ത് ഓട്ടോണമസ് ബോഡി എന്ന് പറഞ്ഞാലും അവരൊന്നും നിയമത്തിന് അതീതരല്ല. ഇത്രത്തോളം വൃത്തികേടുകൾ കാണിച്ചിരിക്കുന്നു. ഒരു ഓട്ടോണമസ് ബോഡിയായി നിയോഗിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇതിൽ പക്ഷപാതിത്വം ഉണ്ടാവരുത്, അങ്ങനെയുള്ളൊരു കടന്നുകയറ്റം, പുറം സ്വാധീനങ്ങൾ ഉണ്ടാവരുത് എന്ന അർത്ഥത്തിലാണ്. ഏതർത്ഥത്തിലും ഇപ്പോൾ നമ്മുടെ പല ഓട്ടോണമസ് ബോഡികളും ആ രീതിയിലാണ് രൂപീകരിക്കുന്നത്. എന്നാൽ അത് മറയാക്കിക്കൊണ്ട് അതിൻ്റെ പേരിൽ വലിയ കള്ളത്തരങ്ങൾ അല്ലെങ്കിൽ വലിയ കവർച്ച, മോഷണം നടത്തുന്നു എന്നതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ആ രീതിയിലാണ്, ആ ഘട്ടത്തിലാണ് ഇപ്പോൾ സുപ്രീം കോടതി ഇത്രത്തോളം ഗൗരവത്തിൽ ഇടപെടുന്നത്. പല ഘട്ടങ്ങളിൽ പല വിധികൾ പുറപ്പെടുവിച്ചെങ്കിലും അതൊന്നും നടപ്പാക്കാതെ ഇരിക്കുന്നു. എപ്പോഴാണ് ഇത്തരത്തിൽ പൂർണ്ണമായും മാറേണ്ടിയിരിക്കുന്നു, ഇത് നടപ്പാക്കണം, 6 മാസത്തിനുള്ളിൽ തന്നെ നടപ്പാക്കണമെന്ന കൃത്യമായ വിധി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ആ അർത്ഥത്തിൽ ഇത് ഇന്ത്യൻ ക്രിക്കറ്റിന് നന്നാവാനുള്ള ഒരു അവസരമാണ്. പക്ഷേ അത് എത്രത്തോളം സാധ്യമാകുമെന്നുള്ള കാര്യത്തെക്കുറിച്ച് പല ആശങ്കകളും നിലനിൽക്കുന്നുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഇന്ന് ഇതിൽ ഇടപെടേണ്ടത്, ഇത് നടപ്പാകണമെങ്കിൽ കൃത്യമായി ഇടപെടേണ്ടത് ആരാണ്? കോടതിക്ക് അവരുടെ റോൾ പൂർത്തിയായി. ഇനി ഇത് നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ കൃത്യമായിട്ടുണ്ടോ എന്നുള്ളത് നിരീക്ഷിക്കാമല്ല, അതിനനുസരിച്ചൊരു നിർദ്ദേശം കൊടുക്കാമെന്നല്ലാതെ ഇവരെ കൊണ്ട് കൈപിടിച്ച് ചെയ്യിക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധിക്കാനോ സാധിക്കത്തില്ല. ഇവിടെ ഒന്നുകിൽ രാഷ്ട്രീയമായൊരു ഇടപെടൽ അല്ലെങ്കിൽ ആ രീതിയിൽ ബാഹ്യമായൊരു ഇടപെടൽ ആവശ്യമാണ്. എന്നാൽ അനുരാഗ് താക്കൂറിനെ പോലുള്ളവരാണ് ഇന്ന് BCCIയുടെ പ്രസിഡന്റ്. ആരാണ് അനുരാഗ് താക്കൂർ? ഇന്ത്യ ഭരിക്കുന്ന BJPയുടെ പ്രധാനപ്പെട്ട നേതാവും MP-യുമായ അനുരാഗ് താക്കൂർ. അപ്പോൾ അത്തരത്തിൽ അദ്ദേഹം ഒരേ സമയം ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൻ്റെ പ്രസിഡന്റും അതേസമയം ഹിമാചൽ അസോസിയേഷൻ്റെ പ്രസിഡന്റുമാണ്. എന്തുകൊണ്ടാണ്? പേടിയാണ്. അവിടെ നിന്ന് അങ്ങോട്ട് വിട്ടു വന്നാൽ തൻ്റെ സ്ഥാനം അവിടെ പോകും, അവിടുത്തെ വോട്ടിംഗ് കുറഞ്ഞാൽ ഇവിടുത്തെ പ്രസിഡന്റ് സ്ഥാനം പിന്നെ പോകും. അതുകൊണ്ട് ഇതൊക്കെ വിടാൻ മടിയാണ്. ഇവിടെ വിശാല അർത്ഥത്തിലുള്ള
സങ്കീർണമായ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് ഒരു മോണിറ്ററിംഗ് ഇവിടെ ഉണ്ടാകുമോ? കാരണം CAG അടക്കമുള്ള അല്ലെങ്കിൽ അവരുടെയൊക്കെ തന്നെ പ്രതിനിധികളെ കൂടി ഉൾപ്പെടുത്തുന്ന ഒരു സാഹചര്യം. മാത്രമല്ല വലിയ തോതിൽ സാമ്പത്തികം കായ്ക്കുന്ന IPL അവിടെ ഗവേണിംഗ് കൗൺസിൽ പുനഃസ്ഥാപിക്കുക അല്ലെങ്കിൽ പുനഃക്രമീകരിക്കപ്പെടുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോൾ സാമ്പത്തികമായി എവിടെയൊക്കെ ചോർച്ച തടയാനൊക്കെ ഒരു ഓഡിറ്റിംഗ് സംവിധാനം കൃത്യത കൂടി കൊണ്ടുപോകുന്ന ഒരു തലം കൂടി ഇതിൽ സൃഷ്ടിക്കപ്പെടുന്നുണ്ടോ ഈ വിധിയോടെ? ഞാൻ പറയട്ടെ, ഇപ്പോൾ ഈ വിധി നടപ്പാക്കേണ്ടത് ആരാണ്? BCCI തന്നെ. ആർക്കെതിരാണ് വിധി? BCCIക്കെതിരെ. BCCIയിലെ നിലവിലുള്ള ഭരണകർത്താക്കളും ഇതിനെ നയിക്കുന്നവർക്കും എതിരെയാണ് ഈ വിധി. അവരാണ് ഈ വലിയ മോഷണങ്ങൾ നടത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ കള്ളങ്ങൾ കാണിച്ചിരിക്കുന്നത്. അവർക്കെതിരാണ് വിധി. അപ്പോൾ ആരാണ് ശരിയാക്കേണ്ടത്? അവർ തന്നെ ശരിയാക്കണം. അപ്പോൾ തന്നെ നമുക്ക് ആലോചിക്കാം എത്രത്തോളം ഇത് ശരിയാവും. IPL ഒരു ഗവർണിംഗ് ബോഡി വരികയാണെങ്കിൽ ആരെ നിയോഗിക്കും? BCCIക്ക് താല്പര്യമുള്ളവരെ നിയോഗിക്കും. ഇപ്പോൾ ഇവിടെ ദേവദാസ് പറഞ്ഞതുപോലെ കണ്ണിൽ പൊടിയിടാൻ കടലാസിൽ ചില കാര്യങ്ങൾ എഴുതി വെക്കുകയും ചില റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ ഇതുമായിട്ട് ഇന്ന മാറ്റം വരുത്തി ഈ രീതിയിൽ കൊണ്ടുവന്നു എന്ന മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമെന്നല്ലാതെ അത് നമ്മൾ പുറമേ കാണുമെന്നല്ലാതെ ഉള്ളിൽ പൂർണ്ണമായ അർത്ഥത്തിൽ ഇതിന് മാറ്റമുണ്ടാവാനുള്ള സാധ്യത അത് അല്ലാത്തൊരു ഇടപെടൽ തീർച്ചയായും ഇപ്പോൾ പറഞ്ഞതുപോലെ CAGയോ അല്ലെങ്കിൽ അത്തരം ഏജൻസികളുടെ അന്വേഷണം ഉണ്ടാവുക, കൃത്യമായ ഓഡിറ്റിംഗ് ഉണ്ടാവുക, അത്തരത്തിലുള്ള നിരീക്ഷണങ്ങൾ ഉണ്ടാവുകയും അതിന് BCCIയിലും ഇവരുടെ സ്വാധീനം ഇവർ തന്നെയാണ്. ഈ BCCIയെ മുന്നോട്ട് കൊണ്ടുപോകുന്നവർ തന്നെയാണ് ഇത് തീരുമാനിക്കേണ്ടത് എന്ന അവസ്ഥയാണ്. ഇതിലുണ്ടാവേണ്ട നന്മകൾക്കനുസരിച്ച് ഓഡിറ്റിങ്ങും ബന്ധപ്പെട്ട കാര്യങ്ങളും ഗവേണിംഗ് ബോഡി ആയാലും അല്ലാത്ത പുതിയ നിയമങ്ങളായാലും വ്യവസ്ഥകളായാലും തീരുമാനിക്കേണ്ടത് ഇതിലുള്ള ആളുകൾ തന്നെയാണ്. അല്ലെങ്കിൽ രാഷ്ട്രീയ രംഗത്തും അവരുടെ തന്നെ സ്വാധീനമാണുള്ളത്. അവരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്, അല്ലാതെ പുറത്ത് വേറെ ആരും വന്ന് തീർച്ചയായും. എന്തായാലും അതിന്റെ പ്രായോഗിക തലമാണ് ശ്രീ സുധീഷ് ചൂണ്ടിക്കാട്ടിയത്. വിധി നടപ്പാക്കുമ്പോഴും എങ്ങനെ നടപ്പാക്കും, ആരാണ് നടപ്പാക്കേണ്ടത് എന്ന ചോദ്യം കൂടി ഉയരുന്നു. ഇടവേളയ്ക്ക് ശേഷം ശ്രീ ദേവദാസ് താങ്കൾ ടെലിഫോൺ ലൈനിൽ തുടരുക. BCCIയുടെ ശുദ്ധീകരണത്തിലേക്ക് വഴിവെക്കാവുന്ന വിധി, ലോധ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കണമെന്ന നിർദ്ദേശം എന്ന വിധി ഇപ്പോൾ സുപ്രീം കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നു. സുധേഷിലേക്ക്. സുധേഷ്, BCCIയുടെ നടപടിക്രമങ്ങളെയൊക്കെ തന്നെ വിവരാവകാശത്തിൻ്റെ പരിധിയിൽ പോലും കൊണ്ടുവരണമെന്ന നിർദ്ദേശങ്ങൾ ലോധ കമ്മിറ്റിയുടെ മുന്നിലുണ്ടായിരുന്നു. ഇതൊക്കെ നടപ്പാക്കുന്ന കാര്യങ്ങളാണോ? കാരണം എപ്പോഴും ഭയപ്പെട്ടിരുന്നു ഇത്തരം ലോധ കമ്മിറ്റി റിപ്പോർട്ട് എന്നൊക്കെ പറയുമ്പോൾ വലിയ ഭയപ്പാടോടുകൂടി എപ്പോഴും BCCIയുടെ തലപ്പത്തിരുന്ന ആളുകളൊക്കെയും നോക്കിക്കണ്ടത്. ആ അർത്ഥത്തിൽ വിധി വന്നതിന് ശേഷവും ഇതിൻ്റെ പ്രായോഗികത സംബന്ധിച്ച് വലിയ ഞെട്ടൽ, വലിയ സംശയങ്ങൾ നിലനിൽക്കുകയാണ്. ഇനി അതിൻ്റെ നടത്തിപ്പ് സംബന്ധിച്ചൊക്കെ ഏകീകരിക്കേണ്ടത് ഒക്കെ നോക്കിക്കാണേണ്ടതൊക്കെ അതിന് വ്യക്തമായി നടപ്പാക്കേണ്ടതൊക്കെ തന്നെ BCCI ഭാരവാഹികൾ തന്നെയാണ്. അതുകൊണ്ട് ഇതിൻ്റെ പ്രായോഗികതയെ താങ്കൾ എങ്ങനെ കാണുന്നു? നേരത്തെ സൂചിപ്പിച്ച വാക്കുകൾക്കും അപ്പുറത്തേക്ക് പോയാൽ. ഇവിടെ പറഞ്ഞതുപോലെ കോടതിയിൽ നിന്നും ഇപ്പോൾ വളരെ നിർണായകമായ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇവിടെ പറഞ്ഞു ഇന്ത്യയിലെ ക്രിക്കറ്റ് ആരാധകരും അല്ലെങ്കിൽ ക്രിക്കറ്റിന് നന്മ ആഗ്രഹിക്കുന്നവർക്കും വളരെ പ്രതീക്ഷയുണ്ടാകുന്ന ഒരു തീരുമാനം തന്നെ ഉണ്ടായി. ചിലർ ഭയപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ ഒരു ഘട്ടത്തിൽ ഭയപ്പെട്ടിരുന്നു. ഇതിൽ നിന്നും BCCI രണ്ടാമത് കോടതിയെ സമീപിക്കുന്നു. ആ ഘട്ടത്തിൽ വ്യത്യസ്തമായൊരു സമീപനം, ഒരു ഓട്ടോണമസ് ബോഡി എന്ന രീതിയിൽ BCCI അംഗീകരിക്കുകയും BCCIയെ അംഗീകരിക്കുകയും ആ രീതിയിൽ നിലവിലുള്ളതുപോലെ തന്നെ മുന്നോട്ട് പോകുമോ എന്നുള്ള ഭയമുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ ആർക്കും മറച്ചു വെക്കാനാവാത്ത അത്രത്തോളം ഭീകരതകൾ അല്ലെങ്കിൽ ദുഷിച്ചതായതുകൊണ്ട് തന്നെ സ്വാഭാവികമായും കോടതി ഇക്കാര്യത്തിൽ വളരെ പോസിറ്റീവായ ഒരു സമീപനം കൈക്കൊണ്ടിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത് ക്രിക്കറ്റിനെ സംബന്ധിച്ച് വലിയൊരു കാര്യം തന്നെയാണ്. എന്നാൽ പ്രജീഷ് ചോദിച്ചതുപോലെ ഇത് നടപ്പാക്കുന്ന കാര്യത്തിൽ ഒരുപാട് പ്രതിബന്ധങ്ങൾ തന്നെയാണ് മുന്നിലുള്ളത്. അത് വളരെ സ്മൂത്തായി നടപ്പാക്കും. 6 മാസത്തിനുള്ളിൽ ഇത് നടപ്പാകും. ഇന്ത്യൻ ക്രിക്കറ്റ് ശുദ്ധീകരിക്കപ്പെടും എന്നുള്ള വ്യാമോഹമൊന്നും ആരും വച്ചു പുലർത്തേണ്ട എന്ന് തന്നെയാണ് ഉറപ്പിച്ച് പറയാനുള്ളത്. എന്തുകൊണ്ടെന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ ഇതൊരു പൂർണ്ണമായും അധികാരം ഇപ്പോൾ നിലവിലുള്ള BCCI ഭരണസമിതി അല്ലെങ്കിൽ ആ രീതിയിൽ പിരിച്ചുവിടുകയോ ആ രീതിയിൽ കോടതി വേറെ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയോ ചെയ്തിരുന്നെങ്കിൽ ആ രീതിയിൽ നമ്മുടെ നിയമത്തിൽ വ്യവസ്ഥ ഉണ്ടാകുമായിരുന്നെങ്കിൽ നല്ലതായേനെ. നേരെ മറിച്ച് നിലവിലെ ഘട്ടത്തിൽ ഇപ്പോൾ BCCIയോട് ആവശ്യപ്പെട്ടിരിക്കുന്നു, നിങ്ങളുടെ എല്ലാ കുറ്റങ്ങളും തെളിയിക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ കുറ്റക്കാരാണ്, നിങ്ങൾ ഈ ലോധ കമ്മിറ്റി പറഞ്ഞ എല്ലാ നടപടികളും നിങ്ങൾ നടപ്പാക്കണം എന്ന് ആരോട് പറയുന്നു? കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ ഈ എല്ലാ തെറ്റുകളും ചെയ്ത BCCIയോട് തന്നെ പറയുന്നു, നിങ്ങൾ ഇതെല്ലാം നടപ്പാക്കണം.
ശരിയാണ്. ഇവിടെ ഇതെല്ലാം ആ BCCI അവർക്ക് തോന്നുന്ന രീതിയിൽ തന്നെ തീർച്ചയായും സുദേശിലേക്ക് സുദേശ്, ശ്രീ ദേവദാസ്, സുദേശൊക്കെ ഉയർത്തിയ നമ്മളൊക്കെയും ഉയർത്തുന്ന ആശങ്ക, കാരണം കോടതിക്ക് ചെയ്യാൻ കഴിയാവുന്നതിൻ്റെ ഏറ്റവും അങ്ങേയറ്റം അത് വിധിയാണ്. ആ വിധിക്കപ്പുറം ഇനി നടപ്പാക്കേണ്ടതാരാണ് ആ ചോദ്യം. കാരണം ഒട്ടേറെ നിർദ്ദേശങ്ങളുണ്ട്. സാമ്പത്തിക ക്രമീകരണങ്ങൾ, സാമ്പത്തിക ചോർച്ച അടയ്ക്കാനുള്ള വ്യക്തമായ നിർദ്ദേശങ്ങൾ, വിവരാവകാശ പരിധിയിൽ ഒരുപക്ഷെ ഉൾപ്പെടുത്തി ജനങ്ങൾക്ക് പോലും അറിയാനുള്ള അവകാശത്തിൻ്റെ ഭാഗമായി നടപടിക്രമങ്ങളൊക്കെയും അത്തരത്തിലുള്ള തലങ്ങളൊക്കെയും തുറന്നിടുന്ന ഒരു വിധി. ഇതെങ്ങനെ നടപ്പാക്കും, ആര് നടപ്പാക്കും? അതിലേക്ക് വരുമ്പോൾ സംശയങ്ങൾ താങ്കളും ഉന്നയിക്കുകയാണ്. അതെ, അതാണ് പ്രജേഷ് ഇത് പറഞ്ഞത്. ഇപ്പൊ സുദേശ് പറഞ്ഞു തന്നെയാണ്, നിങ്ങൾ വിധി ആരെയാണ് ഏൽപ്പിച്ചത് എന്നാണ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. അത് പിരിച്ചുവിട്ട് എഡോക് കമ്മിറ്റി ആക്കേണ്ടതാണ്. അല്ലെ സെൻട്രൽ ഗവൺമെന്റ് ആണ് ഇത് പിരിച്ചുവിട്ടാക്കേണ്ടത്. അത് കേന്ദ്ര ഗവൺമെന്റ് ആണ് ചെയ്യേണ്ടത്. പിരിച്ചുവിട്ട് ഈ കാട്ടുകൊള്ള നടത്താൻ പാടില്ല. പക്ഷെ കേന്ദ്ര ഗവൺമെന്റിലുള്ള രാജീവ് ശുക്ല, ശരത് പവാർ, ഈ അനുരാഗ് ഠാക്കൂർ എല്ലാം ഉണ്ടാവുമ്പം അവര് അത് ചെയ്യില്ല. ഈ മോഡി തന്നെ ഗുജറാത്ത് അസോസിയേഷൻ ക്രിക്കറ്റ് ചീഫിന് ഈ IPL ഫിക്സിംഗ് കക്കുമ്പെല്ലാം മോഡിയും അമിത്ഷാ അങ്ങ് ഡൽഹിയിലേക്ക് കെട്ടി പോയപ്പോൾ അമിത്ഷാന്റെ മോനെ പിടിച്ചിട്ടാണ് ഗുജറാത്ത് ക്രിക്കറ്റ് അസോസിയേഷൻ ചീഫാക്കിയ. അപ്പൊ അവരത് ചെയ്യില്ല. ആരാണ് ചെയ്യുക? സുപ്രീം കോടതി പറഞ്ഞ EDC. അതാണ് സുദേശ് പറഞ്ഞതാണ് കൃത്യം. എന്താ ഒരു എക്സാമ്പിളിൽ ഞാൻ പറഞ്ഞുതരാം. ഈ കാട്ടുകള്ളം വീരപ്പന്റെ അടുത്ത് ആനക്കൊമ്പിന്റെ മ്യൂസിയം നടത്താൻ വേണ്ടിയിട്ട് കൊടുത്ത പോലെ മ്യൂസിയത്തിന്റെ മാനേജർ വീരപ്പൻ, ആനക്കൊമ്പ് നോക്കാൻ വീരപ്പനെ ഏൽപ്പിച്ച പോലത്തെ സ്ഥിതിയാണ് ഇപ്പം കോടതി വിധിയിലേക്ക് കൂടി വന്നത്. പിന്നെ ഒന്നാമതുണ്ട്, നിങ്ങളൊന്ന് ആലോചിക്കണം, മഹാരാഷ്ട്രയിൽ 6 അസോസിയേഷൻ വോട്ടുണ്ട്. അതെങ്ങനെയാണ്? മുംബൈ, സൗരാഷ്ട്ര, മറ്റേ അവരുടെ എല്ലാം വോട്ടുണ്ട്. പിന്നെ CCI ക്ലബിന് വോട്ടുണ്ട്. അപ്പോൾ അവരത് ഡിവൈഡ് ചെയ്തിട്ട് നോർത്ത് ഈസ്റ്റിന് പോക്കാൻ ആരാണ് ഇത് ചെയ്യേണ്ടത്? അപ്പോൾ ഈ പ്രധാനമന്ത്രി വരെ ഇൻവോൾവ് ആയിട്ട് ഇതിനെ മറച്ച് വെച്ചിട്ട് കളിക്കുവാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ദാവൂദിനെ പിടിക്കാണ്ട് ശ്രീശാന്തിനെ പിടിച്ച് പുറത്താക്കിയിട്ട് അത് ഞങ്ങൾ അപ്ലൈ ചെയ്യില്ല, അത് റിവോക്ക് ചെയ്യില്ല, കോടതി വിധി വന്നിട്ടും ചെയ്യുന്നില്ല. അതേസമയം 12 സീൽ കവർ പ്ലേയേഴ്സ് ഇൻക്ലൂഡിംഗ് ധോണി, റെയ്ന, ജഡേജ അവരെല്ലാം ടെസ്റ്റ് കളിച്ചിട്ട് മുൾത്താമാറായിട്ട് നടക്കുന്ന, അവർക്ക് ഒത്താശ ചെയ്യാൻ ശ്രീനിവാസനെ പോലത്തെ ടീമും മോഡിനെ പോലത്തെ ടീമും ജെറ്റ്ലിനെ പോലത്തെ ടീമും. ജെറ്റ്ലിയാണ് ഇതിൽ ഏറ്റവും വലിയ കാട്ടുകൾ. കീർത്തി ആസാദാണ് പറയുന്നത്, ബേഡിയാണ് പറയുന്നത് ഇവർ കട്ടെ. എന്നിട്ട് അത് മൂടി വെച്ചത് നിങ്ങൾ കണ്ടില്ലേ? കേജ്രിവാളിന്റെ പ്രൈവറ്റ് സെക്രട്ടറിനെ പിടിച്ച് അറസ്റ്റ് ചെയ്തിട്ടെല്ലാം കളി. അതാണ് ഇവിടെ നടക്കുന്നത്. എങ്ങനെയാണ്, ആരാണ് നടത്തുന്നത്? BCCI ഇപ്പോൾ ഹോൾഡ് ചെയ്യുന്നത്. ദേ ആർ സ്റ്റിൽ ഹോൾഡിംഗ് ദ എല്ലാ പോസ്റ്റ്. അതാണ് ഞാൻ പറഞ്ഞ IPL ചെയർമാൻ, IPL 6-ലുള്ള ചെയർമാനായ രാജീവ് ശുക്ലയാണ് ഇപ്പോൾ IPLന്റെ ചെയർമാൻ. അനുരാഗ് ഠാക്കൂർ 3 കേസാണ്, വിജിലൻസ് കേസ്. ഏത്? ഞങ്ങളുടെ പബ്ലിക് ലാൻഡ് ഗ്രാബ് ചെയ്തിട്ട് ക്രിക്കറ്റ് ഗ്രൗണ്ട് നിർമ്മിച്ചിട്ടുള്ള കേസ് വരെയുണ്ട്. അതിപ്പം മുക്കും എല്ലാം. ഇപ്പൊ ഗോവന്റെ പ്രസിഡന്റ് സെക്രട്ടറിന് കഴിഞ്ഞ മാസം അറസ്റ്റ് ചെയ്ത് സൈഫണിങ് ഓഫ് ഫണ്ട്, ക്രിക്കറ്റ് ഫണ്ട്, BCCIന്റെ ഫണ്ട്. അതെന്തിനാ ചെയ്തതെന്ന് പറഞ്ഞാല് കോടതിന്റെ മുമ്പാകെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നടപടിയെടുക്കുക. അതേസമയം കേരള ക്രിക്കറ്റ് അസോസിയേഷൻ കൊല്ലങ്ങളിൽ കക്കുന്നില്ലേ? ഈ ബില്ല് ഇപ്പൊ 10 റുപ്യന്റെ ചായക്ക് ഇവരുടെ ബില്ല് 100 റുപ്യാണ്. അത് സുരേഷ് കൽമാടിന്റെ ടെക്നിക്ക്. ടിഷ്യൂ പേപ്പറിന് 5 റുപ്യന്റെ ടിഷ്യൂ പേപ്പർ ഇവർ 500 റുപ്യാക്കും. എന്നിട്ട് ഈ കളവും പേപ്പറിൽ കളവും ഗ്രൗണ്ട് നിർമ്മിച്ചു കൊണ്ടുള്ള റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആണ് നടത്തുന്നത് ഇവർ. ഇപ്പം നിങ്ങൾ നോക്കിയാൽ ഈ സുപ്രീം കോടതിയിൽ BCCI കേസ് നടത്തി അവരെ സ്വന്തം പൈസ എന്നല്ല IPL 6 ഫിക്സിംഗ് ശ്രീനിവാസൻ നടത്തിയത്. BCCIന്റെ ഫണ്ട് നിന്നുള്ള 20 കോടിയാണ് മുടക്കിയിട്ടാണ് കേസ് നടത്തിയത്. തീർച്ചയായും ശ്രീ ദേവദാസ്, താങ്കൾ ഉന്നയിക്കുന്ന വളരെ വ്യക്തമായ കാര്യങ്ങൾ തന്നെയാണ്. ഇന്ത്യൻ ക്രിക്കറ്റിനെ BCCI ശുദ്ധീകരിക്കുമോ ഈ ഇന്നത്തെ കോടതി വിധി? വളരെ സുപ്രധാനമായ ചോദ്യങ്ങളാണ് ഈ വരും ദിവസങ്ങളിലും വരാൻ പോകുന്നത്. സുദേശ്, ദേവദാസും ചൂണ്ടിക്കാട്ടിയത് ഇനിയുള്ള പോക്ക് സംബന്ധിച്ച്. കാരണം എല്ലാവരും എന്തായാലും ഒരു പ്രതലം ഇട്ട് കഴിഞ്ഞിരിക്കുന്നു. ആ പ്രതലത്തിൽ വളരെ സൂചകമായ നിർദ്ദേശങ്ങൾ മന്ത്രിമാരടക്കം, ഇവിടെ വളരെ സുപ്രധാനമാണ്, ഒരുപക്ഷെ മന്ത്രിമാരടക്കം ആയിരുന്ന ആളുകൾ അവർ ഈ ഭരണസമിതിയുടെ ചുമതലയിലേക്ക് വരാൻ പാടില്ല, ഉദ്യോഗസ്ഥരടക്കം. മാത്രമല്ല ചില സംസ്ഥാനങ്ങൾക്ക് യാചിച്ച് നിൽക്കേണ്ടി വരുന്ന അവസ്ഥ. 5 വർഷത്തെ റിപ്പോർട്ടിന്മേൽ 11ഓളം സംസ്ഥാനങ്ങൾക്ക് ഒന്നും നൽകുന്നില്ല, ഒരു നയാ പൈസ. പണം കൊടുക്കുന്നതൊക്കെയും ഇഷ്ടക്കാർക്ക്, അതിൻ്റെ രേഖകളില്ല. രേഖകൾ തന്നെ ടിഷ്യൂ പേപ്പറിനടക്കം എഴുതി വാങ്ങിയ പേനകൾക്കൊക്കെ തന്നെ പെരുപ്പിച്ച് കാണിക്കുന്ന കണക്കുകൾ. അങ്ങനെയൊക്കെ തന്നെ കാട്ടുകൊള്ളയുടെ ഒരു സങ്കേതമായി മാറിയ BCCIയെ അതിൻ്റെയൊക്കെ സാമ്പത്തിക നിയന്ത്രണത്തിനൊക്കെ എന്തായാലും നടപ്പാക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലേക്ക് പോയാൽ കൂടി ഇച്ഛാശക്തിയോട് നടപ്പാക്കുന്ന ഒരു സംവിധാനം കൂടി ഉണ്ടെങ്കിൽ എങ്ങനെ മാറും ഇപ്പോഴത്തെ ഈ തെറ്റായ കീഴ്വഴക്കങ്ങൾ? അതിലൊക്കെ ഒരു പൊളിച്ചെഴുത്ത് ഏത് രീതിയിൽ ഉണ്ടാകുന്നതായിരിക്കും ഇന്നത്തെ വിധി?
നിലവിലെ ഇപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റിനെ മുന്നോട്ട് കൊണ്ടുപോകുക അല്ലെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് ഇപ്പോൾ BCCI ഇപ്പോൾ ചെയ്ത കാര്യങ്ങൾ മാറ്റിയെടുത്താം, അല്ലാതെ ഇന്ത്യയിൽ വളരെ സ്മൂത്താണ് എന്നുള്ള അഭിപ്രായമാണ്. എന്തുകൊണ്ടെന്നാൽ ഇന്ത്യയിൽ ഇത്രത്തോളം പ്രചാരമുള്ള അല്ലെങ്കിൽ വലിയ സാധ്യതകളുള്ള നിരവധി താരങ്ങൾ, ഇന്ത്യയിൽ എവിടെ നോക്കിയാലും ഒരുപാട് മികച്ച താരങ്ങൾ, ഒരിക്കലും ഒരു നല്ല ടീമിനെ കണ്ടെത്തുക എന്നുള്ളതോ അല്ലെങ്കിൽ നല്ലൊരു ദേശീയ ടീമിനെ, പ്രാദേശിക തലത്തിലുള്ള നല്ല ടീം, സംസ്ഥാന തലത്തിലുള്ള നല്ല ടീം അങ്ങനെ കണ്ടെത്തുക എന്നുള്ളതോ അല്ലെങ്കിൽ നല്ലൊരു ദേശീയ ടീമിനെ കണ്ടെത്തുക എന്നുള്ളതോ വലിയൊരു കടമ്പയൊന്നുമല്ല. ഒരുപാട് വലിയൊരു പൂൾ പ്ലെയേഴ്സിൻ്റെ, നല്ല താരങ്ങളുടെ അല്ലെങ്കിൽ ഈ കളിയെക്കുറിച്ച് വ്യക്തമായി അറിയുന്ന, സാങ്കേതികമായും മറ്റും റഫറിമാരായാലും ഏത് രംഗത്തുള്ളവരായാലും വളരെ കൂടുതലായി നമുക്ക് ലഭിക്കുന്നു. ഇപ്പോൾ ഒരു കാര്യം പറയണം, പ്രത്യേകിച്ചും നേരത്തെ ഇരട്ടപ്പദവികളുടെയും മറ്റു കാര്യം പറയുമ്പോൾ നമ്മുടെ സൗരവ് ഗാംഗുലിയെ പോലുള്ളവർ പോലും ബംഗാൾ ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ഭാരവാഹിയാവുന്നു. അതേസമയം തന്നെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ഉപദേശക സമിതിയിലും അദ്ദേഹം അംഗമാവുന്നു. അപ്പോൾ ഇത്തരം ചില കാര്യങ്ങളിൽ നമ്മുടെ മുതിർന്ന താരങ്ങളെങ്കിലും മാതൃകയാവേണ്ടതാണ്. സച്ചിൻ ടെണ്ടുൽക്കറെ പോലുള്ളവർ, അത്തരം കളിക്കാർ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുകയും അഭിപ്രായം പറയുകയും ഈ രംഗത്തെ ശുദ്ധീകരണത്തിന് സഹായിക്കുകയും വേണം. അങ്ങനെ വരുന്ന സാഹചര്യത്തിലാണെങ്കിൽ ക്രിക്കറ്റിന് രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതിനുള്ള വലിയ അവസരം ഇന്ത്യയിലുണ്ട്. വലിയ ആരാധകർക്കും ഒപ്പം തന്നെ ക്രിക്കറ്റ് ഭരണകർത്താക്കൾക്ക് പോലും അവരെ പോലും ചോദ്യം ചെയ്യാൻ സാധിക്കുന്ന അത്തരം ഇമേജുള്ള നല്ല വൻ താരങ്ങൾ നമുക്കുണ്ട്. ആ രീതിയിൽ ക്രിക്കറ്റിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ നല്ല അന്തരീക്ഷമാണ്. ഈ കാണികളുടെ ഭാഗത്തു നിന്ന് നല്ല രീതിയിലുള്ള പിന്തുണ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ആരാധകരുടെ ഭാഗത്തുനിന്ന്, കളിക്കാരുടെ ഭാഗത്തു നിന്നെല്ലാം നല്ല രീതിയിൽ ഇന്ന് എല്ലാ സംവിധാനങ്ങളും ഇന്ത്യയിൽ, വിദേശ താരങ്ങൾ പോലും നമ്മുടെ MRF ഫൗണ്ടേഷനിലും മറ്റും വന്ന് പരിശീലനം നടത്തുന്നു. ബാംഗ്ലൂരും മറ്റും നല്ല പരിശീലന കളരികളുണ്ട്. ആ രീതിയിൽ അങ്ങനെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഏർപ്പെടുത്തുന്നതിനോ ആ രീതിയിൽ ഏർപ്പെടുത്തുന്നതിനോ ഇന്ത്യയിൽ മികച്ച ഗ്രൗണ്ടുകൾ, ഇന്ത്യയിലെ എല്ലാ ഭാഗത്തും എവിടെയായാലും മത്സരം നടത്താൻ നല്ല ക്രിക്കറ്റ് ഗ്രൗണ്ടുകളുണ്ട്. ആ രീതിയിൽ എല്ലാ തരത്തിലും നല്ല ഒരുക്കങ്ങളാണുള്ളത്. അപ്പോൾ ഇതെല്ലാം മുതലെടുത്തുകൊണ്ട് തന്നെ നടത്തുന്ന ഈ സാധ്യത, ഇന്ത്യയിൽ ക്രിക്കറ്റിന് വേണ്ടി ആളുകൾ ഇത്രത്തോളം ആരാധനയും അവർ പണം മുടക്കാൻ തയ്യാറാവുന്നു, ടെലിവിഷനിൽ കാണാൻ തയ്യാറാവുന്നു, പരസ്യ സാധ്യത, ഇതെല്ലാം മുതലെടുക്കുന്നതിന് പകരം ഈ പണമെല്ലാം ഉപയോഗിച്ച് ഇന്ത്യൻ ക്രിക്കറ്റിന് നല്ല രീതിയിൽ വളരാനുള്ള സാധ്യതകളുണ്ട്. അതിനുള്ള വഴികളാണ് ഇപ്പോൾ ലോധ കമ്മിറ്റി പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഏറ്റവും നിർണായകമായി നോക്കേണ്ടത് ഈ 6 മാസത്തിനുള്ളിൽ ഇത് BCCI നടപ്പാക്കിയില്ലെങ്കിൽ എന്താണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക, അല്ലെങ്കിൽ കോടതിയുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള ഒരു പ്രതികരണം, അല്ലെങ്കിൽ അതിന് നടപ്പായില്ലെങ്കിൽ ഏത് രീതിയിൽ അതിനുള്ള ഒരു പ്രതിവിധി അല്ലെങ്കിൽ എന്ത് സമീപനം, അല്ലെങ്കിൽ അതിനോട് എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കുക എന്നുള്ളതാണ് നിർണായകം. വളരെ നിർണായകമായ സുപ്രധാന ചോദ്യം തന്നെയാണ് ഉയരുകയും ചെയ്യുന്നത്. ക്രിക്കറ്റിൻ്റെ ശുദ്ധീകരണത്തിലേക്ക് ഉതകുന്ന രീതിയിലുള്ള വിധിയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. ലോധ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കണമെന്ന വിധി സുപ്രീം കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നു.